നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ സർക്കാർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 8 വർഷത്തോളം ആകുന്നു. ഇനിയിപ്പോൾ 2026 അടുത്ത ഇലക്ഷൻ നടക്കുക. ഈ ഒരു 8 വർഷക്കാലം കൊണ്ട് തുടർഭരണത്തിന് മുൻപ് ആദ്യത്തെ 5 വർഷം ഇടത് സർക്കാരിന് ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവരെന്തൊക്കെയോ പ്രവർത്തികൾ ചെയ്തു. പ്രത്യേകിച്ചും പ്രളയവും മറ്റു കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി സർക്കാരിന് എന്തൊക്കെയോ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നൊരു വെപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ അതുകൊണ്ടാവണം തുടർഭരണം കൊടുക്കാൻ ജനങ്ങൾ തീരുമാനിച്ചത്. പക്ഷേ തുടർഭരണം കിട്ടിയതിന് ശേഷം എവിടേക്കോ അവർക്ക് പാളിച്ചകളുണ്ടായി. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരായിട്ടാണ് ഇപ്പോൾ കേരള സർക്കാരിനെ ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾക്ക് മൊത്തത്തിലൊരു ഭരണവിരുദ്ധ വികാരം എല്ലായിടത്തും അലയടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് കാണുകയുണ്ടായി. എന്തായാലും ജനങ്ങൾക്ക് നല്ല ആകാംക്ഷയുണ്ട്. അത് ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഒക്കെ ആകാംക്ഷയുണ്ട്. 2026 ആരായിരിക്കും കേരളത്തെ നയിക്കാൻ പോകുന്നത്? സാറിന് എന്താ തോന്നുന്നത്? ഇപ്പം 2026 ഇലക്ഷന് UDF-നെ സംബന്ധിച്ചോളം അവർ വലിയൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 19 സീറ്റും പിടിച്ചു, തൂത്തുവാരി. അവർ ഭയങ്കര ഒരു മജോറിറ്റിയിലാണ് UDF നിൽക്കുന്നത്. ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷേ UDF-ലെ അവരുടെ പടലപ്പിണക്കങ്ങൾ, കോൺഗ്രസിനകത്ത് ഇപ്പം ആര് മുഖ്യമന്ത്രിയാവും, അത് VD സതീശനാവുമോ, അതേ രമേശ് ചെന്നിത്തലയാവുമോ, അതേ KC വേണുഗോപാലാവുമോ, അവർ തമ്മിലൊക്കെ എല്ലാ ഗ്രൂപ്പിസത്തിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ UDF-നകത്തുണ്ട്. അതാണ് UDF-നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. കാരണം അതുകൂടെ തന്നെ പാർലമെന്റ് ഇലക്ഷന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല. നമ്മുടെ നിയമസഭ വരുമ്പോഴത്തേക്ക് അതിനെല്ലാം വ്യത്യാസം വരും. അതുകൂടെ തന്നെ ഇപ്പോൾ ഒരു 1.5 വർഷം കൂടെ ഉണ്ട്. 26 ആദ്യം ആകുമ്പോഴത്തേക്കുള്ള ഭരണമാറ്റങ്ങളൊക്കെ ജനങ്ങൾ ഇപ്പൊ പഴയ കാര്യങ്ങളെല്ലാം ജനങ്ങളങ്ങ് മറക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് തന്നെ വീണ്ടും ഒരു 3-ാം ഊഴം കിട്ടുമോ എന്നുള്ളതാണ്. അങ്ങനെ കിട്ടുമോ? കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് പൊതുവെ പറയുന്നത്. ഇനിയിപ്പം മുഹമ്മദ് റിയാസ് വരുമോ, അങ്ങനെയൊക്കെ ഒരു ചാൻസ് പൊതുവെ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് BJP-യുടെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. BJP എത്ര സീറ്റ് വരും? അവരും ഒരു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എനിക്ക് വന്നുകൊണ്ട് 10 നിയോജക മണ്ഡലങ്ങൾ അവർക്ക് ലീഡിംഗ് ഉണ്ട്. അന്നേരം BJP-ക്ക് ഒരു സ്പേസ് ഉണ്ട്. അത് എത്രമാത്രം വരും? ഒരു 10 സീറ്റ് വരുമോ, 5 സീറ്റ് വരുമോ, 15 സീറ്റ് വരുമോ? അതൊക്കെ അനുസരിച്ചായിരിക്കും UDF-ന്റെ. പിന്നെ ഈ ഘടകകക്ഷികൾ തമ്മിൽ എങ്ങനെയൊക്കെ നിൽക്കും? ഏതൊക്കെ ഘടകകക്ഷി UDF കാണും? UDF ആണെങ്കിലും പല ഘടകകക്ഷി. ഇപ്പൊ അൻവറിന് വേണ്ടിയിട്ട് UDF ശ്രമിക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവര് പരമാവധി ഘടകകക്ഷികളെ കൊണ്ടുവരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വോട്ടൻ ലാസ്റ്റ് വരുന്ന ചില മൊമെന്റിലെ ചില കാര്യങ്ങളായിരിക്കും അവരെ നയിക്കുന്നത്. BJP-ക്കാണെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി വരുമോ ഒന്നും നമുക്ക് കൃത്യം പറയാൻ പറ്റത്തില്ല. ആരാണ് ഇതിനെ നയിക്കുന്നത് എന്നുള്ളതാണ്. ഇടക്കാലം കൊണ്ട് കോൺഗ്രസിനകത്ത് പറഞ്ഞ് ശശി തരൂർ വരുമെന്നും പറഞ്ഞ് ഭയങ്കര ഒരു ഇതായിരുന്നു. ശശി തരൂർ നയിക്കും. പിന്നെ അയാള് കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധിയുടെ യാത്ര അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കോൺഗ്രസിന് ഒരു വലിയ UDF-ന് ഒരു വലിയ മജോറിറ്റി ഉള്ളതായിട്ടാണ് ഇപ്പോൾ റിയലക്ഷൻ ഒക്കെ കാണിക്കുന്നത്. റിയലക്ഷൻ ഇപ്പൊ നടന്നു, പാലക്കാട് നടന്നിട്ട് കോൺഗ്രസിന് ഇരുന്നുണ്ട്. പക്ഷെ മറ്റേ അപ്പുറത്തെ സീറ്റ് അവർ തന്നെ ഇടതുപക്ഷം തന്നെ നിലനിർത്തി. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. പ്രഡിക്റ്റബിൾ എന്ന് വേണേൽ പറയാം. കാരണം ഒരു 3-ാം ഊഴത്തിനും ചാൻസ് ഉള്ള ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട്. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവര് തൊഴിലാളി സർക്കാരാണ് എന്നുള്ള ഒരു ഇതിലാണല്ലോ അവർ ഭരണത്തിൽ കയറുന്നത്. അവർ കയറിയപ്പോൾ തന്നെ വന്ന സംഭവങ്ങൾ എന്ന് വെച്ചാൽ ഓങ്കി വന്നു, പിന്നെ ഈ പറയുന്ന പോലെ 2018 പ്രളയം വന്നു, പിന്നെ ഈ കൊറോണ വന്നു. ഇതെല്ലാം കാലഘട്ടം കൊണ്ട് ഇവർക്ക് കുറേ ഫണ്ടുകൾ കാര്യങ്ങളെല്ലാം കിട്ടുകയും ആൾക്കാരിലേക്ക് അരി എത്തിക്കുക ആ ഒരു രീതിയായിരുന്നു. അത് ആൾക്കാർ പട്ടിണി കിടക്കാൻ പാടില്ല എന്നതായി. പിന്നീട് ആ അരിയിൽ പുഴു കയറുന്നതാണ് ജനങ്ങൾ കണ്ടത്. അതുകൊണ്ട് തന്നെ സഞ്ചി പരിപാടി, അതായത് കിറ്റ് കൊടുത്ത് ജനങ്ങളെ ഇനി പറ്റിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി. കാരണം ഈ 1850 കോടി പ്രളയ ഫണ്ട് കിട്ടിയത് തന്നെ അതിൽ കൃത്യമായ കണക്കുകൾ കാണിക്കാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതോടൊപ്പം ഇപ്രാവശ്യം ഈ പറയുന്ന പോലെ പ്രളയവും കാര്യങ്ങളും വന്നപ്പോൾ, ദുരന്തങ്ങൾ വന്നപ്പോൾ, പ്രത്യേകിച്ചും ഈ ഉരുൾപൊട്ടലൊക്കെ വന്നതിന് ശേഷം പലരും സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ സർക്കാരിലേക്ക് ഒരിക്കലും ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഇടാതെ ഒരു പിന്നോക്കം നിൽക്കുന്നതൊക്കെ കാണുന്നുണ്ടായത്. കാരണം ഇങ്ങനെ കുറേ അഴിമതി ആരോപണങ്ങൾ, അതുപോലെ സ്വർണ്ണക്കടത്ത്, അതുപോലെ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ, ഈ ബ്യൂറോക്രാറ്റ്, PSC-യിൽ ഉൾപ്പെടെ അഴിമതി ആരോപണങ്ങൾ ഇവരുടെ ഈ ഭരണകാലത്തുണ്ടായി സാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മൊത്തത്തിൽ സാധാരണ ആൾക്കാരുടെ ഇവർക്ക് വല്ലാത്തൊരു ഭരണവിരുദ്ധ വികാരം ഇവർക്കെതിരെയാണ്. നമ്മളിനി എത്ര അങ്ങനെയല്ല, ഇപ്പോൾ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, സാറിനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും നമുക്കത് ഇവൻ ഇൻക്ലൂഡിങ് അവരുടെ പാർട്ടിയിലുള്ള ആൾക്കാർ പോലും പറയുന്നത് ശരിക്കും പോയി അവരുടെ കയ്യിൽ നിന്ന് സംഭവം പോയി കൈ നിൽക്കുന്ന മട്ടാണ്. പിന്നെ സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ലാസ്റ്റ് മൊമെന്റ് ഈ പറഞ്ഞ പാസ്റ്റ് ഈസ് ഗോൺ, ഭൂതകാലം മറക്കുമല്ലോ എല്ലായ്പ്പോഴും. പിന്നെ ഇവർക്ക് കിട്ടിയ ഒരു തുറുപ്പുകുലാൻ എന്ത് കിട്ടും? ഇവർ വെച്ചിട്ട് ഭാഗ്യമുള്ള ആൾക്കാരാണല്ലോ. കഴിഞ്ഞ 2 വർഷം ഭാഗ്യത്തിന്റെ പേരിൽ തന്നെയാണ് ഇവർ കയറിയത്. കാരണം ഇവർക്ക് വളവിടാൻ ദൈവമായിട്ട് കുറേ വിധികൾ ഉണ്ടായിക്കൊണ്ട് കൊടുത്തു. ഇനി ഇപ്രാവശ്യം എങ്ങനെയാണ്? കാരണം ഇവർക്ക് തമ്മിൽ പടലപ്പണക്കങ്ങളിൽ എന്ന് പറഞ്ഞാലും ഇവരുടെ ആൾക്കാരിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് കായംകുളത്ത് നിന്ന് 56ഓളം മെമ്പേഴ്സാണ് ലോക്കൽ, പിന്നെ ഈ പറയുന്ന പോലെ LC മെമ്പറും LC സെക്രട്ടറി ഉൾപ്പെടെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയാണ് BJP-യിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ പലയിടത്തുനിന്നും കൂട്ടത്തോടു കൂടി, കരുനാഗപ്പള്ളിയിൽ സാറിന് വാർത്ത കേട്ടിട്ടുണ്ടാവും,
ഉണ്ടാവുമല്ലോ. ആലപ്പുഴ തന്നെ ഒരു ജില്ലാ ജില്ലാ പഞ്ചായത്ത് സാർ തന്നെ എന്നോട് അത് പറഞ്ഞത്. BJP ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ്സുകാരാണെങ്കിൽ സന്ദീപ് വാര്യരെ പോലെയുള്ളവർ എടുത്തു ചേർക്കുന്നുണ്ട്. പരമാവധി അങ്ങോട്ട് കൊണ്ട് തിരുവനന്തപുരത്താണെങ്കിൽ ഒരു CPM-ന്റെ ലോക്കൽ സെക്രട്ടറി കാര്യങ്ങളെല്ലാം കൂടെ കൂടി കഴിഞ്ഞ ദിവസം BJP ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇവരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവസാന ദിവസത്തെ ട്രെൻഡ് ഒന്നും നമുക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. എങ്കിലും ഇപ്പൊ ശരിയെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസിനൊക്കെ എതിരെ ഒത്തിരി ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയൊക്കെ ഒത്തിരി ആരോപണങ്ങളും കേരളത്തിലെ പൊതുജനങ്ങളും ഒരുപക്ഷെ പാർട്ടിക്കാർക്ക് പോലും എതിർപ്പാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ അതാണ് ഈ 19 സീറ്റും മറ്റും UDF ജയിക്കാനുള്ള ഒരു കാരണം. ഇടതുപക്ഷ ഭരണത്തിനെതിരെ ഒരു വികാരം ജനങ്ങളിലേക്കുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള വീണ്ടും കാലം തെളിയിക്കുന്നു. 2026 ഇനി സമയം കിടപ്പുണ്ട്. എനിക്ക് ഒരു 1.5 വർഷം ഏതാണ്ട് 18 മാസങ്ങളേ ഉള്ളൂ ഇനിയിപ്പോ അവരുടെ ഭരണത്തിൽ പെൻഷൻ കൊടുത്തു തീർക്കാനൊക്കെ ഉള്ള എല്ലാം പരമാവധി കൊടുത്തു തീർക്കും. പിന്നെ അതുപോലെ തന്നെ ഇടതുപക്ഷ മന്ത്രിമാരെ പറ്റിയൊക്കെ പറയുന്ന അവരാരും പരിചയമില്ലാത്ത പക്വതയില്ലാത്ത മന്ത്രിമാരാണ് ഇടതുപക്ഷ മന്ത്രിസഭയിലുള്ള. ഇപ്പൊ പിണറായി വിജയൻ പരിചയസമ്പന്നനാണ്. മറ്റു പല മന്ത്രിമാരും എല്ലാം പുതിയ ആൾക്കാരാണ്. അവർക്കൊന്നും ഭരണ പരിചയം കുറവാണ്. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ലെന്നോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് നടക്കുന്നില്ല. പലർക്കും ധനകാര്യ വകുപ്പ് ഫണ്ട് കൊടുക്കുന്നില്ല. പലവിധ ആരോപണങ്ങൾ അവരുടെ പേരിലുണ്ട്. ഫണ്ടിന്റെ പ്രശ്നം, അതായത് സാമ്പത്തിക ഞെരുക്കം നന്നായി സർക്കാരിനുണ്ട്. റോഡൊക്കെ നന്നായിട്ട് പണിയുന്ന ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉടനെ എന്നും അപകടങ്ങളുടെ ഘോഷയാത്രയാണ്. അത് KSRTC ആയാലും KSRTC ബസ് ആണെങ്കിൽ തന്നെ ഇന്നലെ അപകടത്തിന് പാലക്കാട് അപകടം എല്ലാ സ്ഥലങ്ങളിലും. ഈ പാലക്കാട് അപകടം ഉണ്ട്. റോഡിന്റെ ഒരു കാര്യക്ഷമയും ഇല്ലായ്മ കൊണ്ടാണ് കുട്ടികളുടെ ആലപ്പുഴയാണെങ്കിൽ ഇപ്പൊ നമ്മൾ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചത്. അതും KSRTCയുടെ ഒരു പരാജയമായിട്ടാണ് തോന്നുന്നത്. കാരണം പല രീതിയിൽ ഏതൊക്കെ രീതിയിലാണ് പിള്ളേരുടെ കുറച്ച് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അപകടം നമുക്ക് റോഡിൽ ഇറങ്ങിയാൽ പോലും നമുക്ക് പുറത്തേക്ക് തിരിച്ചു വരുമോ എന്നൊരു കൃത്യമായ സിഗ്നലുകളില്ല. ഭയങ്കര രീതിയിലുള്ള അത് ഭയങ്കര പ്രശ്നങ്ങൾ, ആത്മഹത്യകൾ, ഓരോ പ്രശ്നങ്ങൾ, മൊത്തം പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഈ സർക്കാരിന്റെ കാലാവധി കഴിയും തോറും പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്, അഴിമതിയുടെ കൂമ്പാരമാണ്. പക്ഷെ അതിൽ ഏറ്റവും വലിയ ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആരെ ജനങ്ങൾ ജയിപ്പിക്കും സാറേ, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഓപ്പോസിറ്റ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടേടി നടത്തുമെന്നുള്ള ഈ പറയുന്ന നമ്മുടെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ മുന്നണി ആയെന്ന് പറഞ്ഞാലും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വളരെ പ്രഗത്ഭമായിട്ടൊരു പാർട്ടിയായ ആ പാർട്ടി ഇപ്പോൾ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ആൾബലമില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് പരസ്പരം ഒരുമയില്ല. സാറി പറയുന്ന പോലെ എല്ലിൻ കഷ്ണത്തിന് വേണ്ടി കടികൂടുന്ന പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ കിടന്ന് കടിപിടി കൂട്ടുകയാണ്. ഇപ്പൊ സാറ് പറയുന്ന പോലെ രമേശ് ചെന്നിത്തല ആയാലും ഈ VD സതീശനായാലും ആര് ഇപ്പം KC ആയാലും എല്ലാവരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ CPM-ൽ അങ്ങനെ ഒരു പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അവർ മൊത്തത്തിൽ ഒരുമിച്ച് അങ്ങ് കൈയിട്ട് വരുക. പക്ഷെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പരസ്പരം തമ്മിത്തല്ലോ. ആർക്ക് ജനങ്ങൾ വോട്ട് കൊടുക്കും? സപ്പോസ് ഈ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഈ തമ്മിത്തല് കാരണമാണ് ഈ UDF പുറകോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നു. എന്ത് തോന്നുന്നു സാറിന്? പിന്നെ എന്താണ് കോൺഗ്രസിനകത്തെ പോലെ തന്നെ CPM-ലും കുറെ വിഭാഗീയതയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ ഓരോ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞു, അവിടെയും ഓരോ ഗ്രൂപ്പുണ്ട്. ഓരോ ജില്ലയിലാണെങ്കിൽ ഒരാളുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ പിണറായിയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ വേറൊരാളുടെ നേതൃത്വത്തിൽ അത് കറക്റ്റായിട്ട് ഗ്രൂപ്പിസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാലും ഏത് പാർട്ടിയിലും പരമാവധി ഉണ്ട്. അത് കോൺഗ്രസ് ഇച്ചിരി കൂടുതലാണോ എന്ന് സംശയം. കോൺഗ്രസ് ഇപ്പൊ അത് പരക്കെ കാണിക്കുന്നു. മറ്റേ കമ്മ്യൂണിസ്റ്റ് ഇച്ചിരി ഒരു ഒളിവും മറക്കൊണ്ടെന്ന് പറഞ്ഞ പോലെ BJP-ലും ഇപ്പൊ BJP താമര ഓൾറെഡി വിരിഞ്ഞു. ഇനി അവരെ വിരിഞ്ഞെന്നുള്ളൂ. അവർക്കൊരു ശക്തി കേരളത്തിൽ അസംബ്ലിയിലേക്ക് വന്നിട്ടില്ലല്ലോ. ഇപ്പം ശോഭാ സുരേന്ദ്രൻ വരണോ, V മുരളീധരൻ വരണമോ, സുരേഷ് ഗോപി വരണമോ, ആര് വരണം എന്നുള്ള അവർ തമ്മിലും കുറെ എല്ലാ പാർട്ടിയിലും ഇപ്പൊ കണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിസം ഉണ്ട്. കാരണം അവരിൽ ആരെ നേതാവാക്കണം, ആര് ഇതാക്കണം എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. ഈ 2026 BJP കുറച്ച് സീറ്റ് പിടിക്കും. BJP ഉറപ്പായിട്ട് കുറച്ച് സീറ്റ് പിടിക്കുന്നതാണ് പൊതുവെ ഉള്ളത്. ഇത് കാരണം നിലവിൽ കുറച്ച് ഇത്രയും മജോറിറ്റി ഞാൻ പറയില്ല. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ 11 മണ്ഡലങ്ങളിൽ അവർ ലീഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ആ മോദിയുടെ ഒരു എഫക്റ്റും ഒക്കെ കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും കുറച്ചൊക്കെ രാജ്യത്ത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വികസന കാര്യങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ഒത്തിരി ആൾക്കാർക്ക് മോദി എന്ന് പറയുന്ന ഒരു ശക്തനായ ഭരണാധികാരിയാണെന്നൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കുറച്ച് ഇമ്പാക്ട് അവർക്ക് കിട്ടും. അവർ ശ്രമിച്ചാൽ കുറെയൊക്കെ സീറ്റ് കിട്ടും. പക്ഷെ അവർ ഭരണത്തിലേക്കൊന്നും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടതുപക്ഷോ LDF UDF ആയിരിക്കും ഭരിക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ എങ്ങനെ മജോറിറ്റി വരും, ഏതൊക്കെ രീതി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ആര് ഭരിച്ചാലും കേരളം നന്നാവുക, കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി തന്നെ മാറ്റാനുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കേണ്ടത്. കേരളം എല്ലാത്തിനേക്കാളും മുന്നിൽ നിൽക്കാൻ ഉള്ള ചുക്കാൻ പിടിക്കുന്ന ഭരണകർത്താക്കൾ കേരളത്തിലേക്ക് ഉണ്ടാവട്ടെ. അത് 2026 ഉണ്ടാവട്ടെ നമുക്ക് ആശ്വസിക്കാം. കാരണം വേറൊന്നും കൊണ്ടല്ല, എല്ലാ പാർട്ടി കയറിയാലും എനിക്കും കിട്ടണം പണം എന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞ വാഗ്ദാനങ്ങൾ മറന്നുകൊണ്ടാണ് അവരുടെ ഭരണസിരാകേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെ അഴിമതി കാണിച്ചു നടക്കുന്നത്. അതിനൊരു അറുതി ഉണ്ടാകുന്ന ഒരു ഭരണകൂടം കേരളത്തിനുണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.